ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാവുന്നത് തടയുന്നതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൽ ഫിറ്റിങ്സാണ് നമ്മുടെ മൾട്ടി ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ മൾട്ടി ട്രാപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, 2 വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു മൾട്ടി ട്രാപ്പാണ്. നമ്മൾ കുളിക്കുന്ന ഏരിയയിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളിക്കുന്ന ഷവർ അതുപോലെ തന്നെ ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട് വരുന്നത് 2 ഇഞ്ചാണ് വരുന്നത്. ഇന്ന് വരുന്നത് നമുക്ക് 3 സൈഡിൽ നിന്ന് ഇന്ന് കൊടുക്കാൻ സാധിക്കും. അതായത് 3 1.5 ഇഞ്ച് പൈപ്പുകൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഔട്ട് വരുന്നത്. 2 ഇഞ്ച് പൈപ്പാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അതിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. ഇത് നേരെ ഈ 2 ഇഞ്ച് പൈപ്പ് നേരെ നമ്മൾ താഴേക്ക് അവിടെ നിന്നൊരു 45 ഇട്ടതിന് ശേഷം വീണ്ടും താഴേക്ക് 45 ഇട്ടതിന് ശേഷം നേരെ ഔട്ട് നേരെ പുറത്തേക്കാണ് പോയിക്കിരിക്കുന്നത്. അതിൻ്റെ ലെവൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് കണ്ടോ, ഈ 2 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത് കണ്ടോ, 2 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത് ട്രാപ്പിൻ്റെ സൈഡ് പൊങ്ങി നിൽക്കുന്നു. പൈപ്പിൽ താന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് ട്രാപ്പിൽ നിന്ന് വരുന്ന വെള്ളം, കുളിക്കുന്ന വെള്ളം ട്രാപ്പിൽ നിന്ന് നേരെ താഴേക്ക് പോകുന്നതായിട്ടാണ് ആ സ്ലോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയെങ്കിലും സ്ലോപ്പ് നമ്മൾ അത്യാവശ്യം ഇടണം, നല്ലതാണ്. അത് ഒന്നല്ലെങ്കിൽ ലെവൽ അതിനേക്കാൾ സ്ലോപ്പ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെള്ളം എപ്പോഴും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് 2 വാഷ് ബേസിൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഒന്ന് കോമൺ വാഷ് ബേസിനും വരുന്നുണ്ട്, പിന്നെ ബാത്റൂമിൻ്റെ അകത്തെ വാഷ് ബേസിനും വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ അകത്തെ വാഷ് ബേസിൻ ഈ കോർണറിലാണ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്താണെങ്കിൽ വാഷ് ബേസിൻ്റെ ഇരിക്കുന്നത്, കോമൺ വാഷ് ബേസിന് ഇരിക്കുന്നത് അപ്പുറത്തെ ഭിത്തിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ബാത്റൂം, അതായത് കോമൺ വാഷ് ബേസിൻ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. അതൊരു വൈ ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ ട്രാപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നേരെ വൈ ഇട്ടതിന് ശേഷം ഒരു 40 വെച്ച് നേരെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ പറയുന്ന ബാത്റൂമിൻ്റെ അകത്തെ വാഷ് ബേസിൻ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ സ്ലോപ്പ് നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിനിൽ നിന്ന് നമ്മുടെ മൾട്ടി ട്രാപ്പിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് കാര്യങ്ങളും കണക്ട് ചെയ്യുകയാണെങ്കിലും മൾട്ടി ട്രാപ്പിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. തൊട്ടടുത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഈ വാഷ് ബേസിൻ്റെ തൊട്ടപ്പുറത്തെ ഭിത്തിയാണ് പുറം ഭിത്തി. എന്നിരുന്നാൽ തന്നെ നമ്മൾ അതിലേക്ക് നേരെ പുറത്തേക്ക് തുളച്ചിടരുത്. കാരണം ഭിത്തി നമ്മൾ നേരെ പുറത്തേക്ക് തുളച്ചിട്ടാൽ ട്രാപ്പിൽ കയറാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വാഷ് ബേസിനിൽ നിന്ന് വരുന്നത് വെള്ളം ട്രാപ്പിൽ കയറാതെ നമ്മൾ പുറത്തേക്ക് തുളച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ കുഴിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഴിയിൽ നിന്നും വലിയ സ്മെല്ല് കാര്യങ്ങൾ റിലീസാവുന്നത് നേരെ നമ്മുടെ വാഷ് ബേസിൻ്റെ അകത്തേക്ക് വരും. പക്ഷേ നമ്മൾ ട്രാപ്പ് വഴിയെ കണക്ട് ചെയ്യുന്നത്, ട്രാപ്പിൻ്റെ അകത്ത് ട്രാപ്പിൻ്റെ ഒരു സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഇഞ്ച് കനത്തിൽ എപ്പോഴും ട്രാപ്പിൻ്റെ അകത്ത് വെള്ളം നിൽക്കും. ആ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലെവലിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്മെല്ല് ഒരിക്കലും പുറത്തേക്ക് വരില്ല. അത് ആ കുഴിയിലത്തേക്ക് തന്നെ എവിടെയാണോ പുറത്ത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെ റിലീസായി പോകുന്നു. ഈ ട്രാപ്പിനെ കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ വാഷ് ബേസിൻ നമ്മൾ കണക്ട് ചെയ്തു. വാഷ് ബേസിൻ 2 വാഷ് ബേസിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോമൺ വാഷ് ബേസിനാണ്. ഇത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തെന്ന് പറയുന്നത് സാധാരണ നമ്മൾ ജസ്റ്റ് കഴുകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വൈകിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ കോമൺ വാഷ് ബേസിൻ അത് ഡൈനിങ് ഏരിയയിൽ, അതായത് ഈ ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് ഡൈനിങ് ആയതുകൊണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ബേസിൻ്റെ കണക്ഷൻ നമ്മൾ ഈ ട്രാപ്പിലേക്ക് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ഡൈനിങ് സെക്ഷനിൽ നമ്മൾ ട്രാപ്പ് വഴി കയറ്റാൻ ഏറ്റവും നല്ലത്, ട്രാപ്പ് വഴി കയറ്റാൻ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ട്രാപ്പ് വഴി കയറ്റുന്നതാണ് ഏറ്റവും നല്ലത് വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലൈൻ. കാരണം സ്മെല്ല് നമുക്ക് ഒരിക്കലും വാഷ് ബേസിൻ്റെ അകത്തേക്ക് വരില്ല. വാഷ് ബേസിൻ കോമൺ വാഷ് ബേസിൻ ആയതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ ഈ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ 22 ഇഞ്ചാണ്. 22 ഇഞ്ച് സെൻറ്റർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 25 ഇഞ്ച് സെൻറ്റർ, 11 ഇഞ്ച് സെൻറ്റർ ചെയ്തിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത് ഫ്ലോർ ലെവലിൽ നിന്നും നമ്മൾ, അതായത് നമുക്ക് കാണാൻ സാധിക്കും, ഫ്ലോർ ലെവലിൽ നിന്നും നമുക്ക് ഈ വാഷ് ബേസിൻ്റെ പെഡസ്റ്റൽ കിട്ടാവുന്ന രീതിയിൽ, ഇതാണ് അതിൻ്റെ ഫ്ലോർ ലെവൽ വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പെഡസ്റ്റൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ 23 ഇഞ്ചാണ് അതിൻ്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത്. 32 ഇഞ്ചാണ് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത്. അതിൽ നിന്നും പെഡസ്റ്റലിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ 23 ഇഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പെഡസ്റ്റലിൻ്റെ അകത്ത് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ, അതായത് നമ്മുടെ വേസ്റ്റ് ലൈൻ 1.5 ഇഞ്ച് പൈപ്പ് 23 ഇഞ്ചിൽ വേണം നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്ന് 23 ഇഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെഡസ്റ്റലിൻ്റെ അകത്ത് നമ്മുടെ വാട്ടർ ലൈനും അതുപോലെ തന്നെ വേസ്റ്റ് ലൈനും അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഹാഫ് പെഡസ്റ്റൽ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 22 ഇഞ്ചിൻ്റെ വാഷ് ബേസിന് കൊടുക്കുന്ന രീതിയിലുള്ള മെഷർമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേസ്റ്റ് ലൈനിൻ്റെ പൈപ്പ് നേരെ പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിൾ ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ട്രാപ്പിലേക്ക് തന്നെ നേരിട്ട് പോകുന്നു. ഇത് നേരെ പോകുന്ന ട്രാപ്പിലേക്ക് തന്നെ, ട്രാപ്പ് വഴിയാണ് നേരെ ഔട്ട് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വരുന്ന ഏരിയ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്
വരുന്ന നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ നമ്മൾ ഒരു 90 സെൻറ്റിമീറ്റർ കിട്ടാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വാട്ടർ ലൈൻ്റെ പൈപ്പ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത്, പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടൈലിൻ്റെ കനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടൈലിൻ്റെ കനം നമ്മൾ ടാപ്പിൻ്റെ ഔട്ട് കിട്ടാവുന്ന, അതായത് ത്രെഡ് എൽബോന് പുറത്ത് കിട്ടാവുന്ന രീതിയിൽ വേണം ടൈലിൻ്റെ കനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ത്രെഡ് എൽബോൻ്റെ എൻഡ് നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ആംഗിൾ കോക്കൊക്കെ വരുന്ന ത്രെഡ് എൽബോ കണക്ട് ചെയ്യാൻ, അതായത് 1/4 കര ത്രെഡ് എൽബോ കണക്ട് ചെയ്യുന്നത്. അത് എല്ലാം തന്നെ, അതായത് ആംഗിൾ കോക്ക്, ഷവർ, അതുപോലെ തന്നെ ഔട്ട് വരുന്ന ആംഗിൾ കോക്ക്, ഷവർ, ഔട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൗട്ട്, ഇതെല്ലാം വരുന്ന എല്ലാം തന്നെ പുറത്തേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ടൈലിന് ചെറുതായിട്ട്, ടൈലിന് ചേരെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു ടൈൽ കനം വെച്ചിട്ട് വേണം പുറത്തേക്ക് വേണം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട്. പിന്നെ വാട്ടർ ഹീറ്ററിൻ്റെ ആണെങ്കിൽ അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ടൈലിൻ്റെ ഫിനിഷിങ് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ടൈൽ കനമാണ്, ടൈൽ വരുന്ന ഒട്ടിക്കാനുള്ള കനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിപ്പിള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ ആംഗിൾ കോക്ക് കണക്ട് ചെയ്യാനായിട്ട്. അത് ഒരുപാട് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൺസീൽഡ് ഫ്ലഷ് ആണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ഭിത്തിയുടെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഭിത്തിയുടെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 100 സെൻറ്റിമീറ്റർ നമുക്കൊരു ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് ഒരു 50 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ബേസിൻ്റെ സെക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ്, നമ്മുടെ കൺസീൽഡ് ഫ്ലഷിലേക്ക് കയറാനായിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം നമ്മൾ പൈപ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ CPVCയുടെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്ററിൽ നിന്ന് എന്തെങ്കിലും റിട്ടേണോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന സമയത്ത് PVC ആണെങ്കിൽ ഉരുകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സേഫ്റ്റി എന്ന രീതിയിൽ കംപ്ലീറ്റ് CPVC അടിക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നോ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നമ്മൾ പച്ചവെള്ളം കണക്ട് ചെയ്യുന്ന സമയത്ത് സാധാ PVC വന്നതിന് ശേഷം നമ്മൾ CPVCയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ചൂടുവെള്ളമാണെങ്കിലും, ചൂടുവെള്ളം നമ്മളിവിടെ ഹീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹീറ്ററിൻ്റെ ഒരു ഔട്ട് ബാത്റൂമിന് പുറത്തേക്ക് ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മളൊരു സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ വീടിന് മുകളിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു പ്ലംബിങ്ങിൻ്റെ ആവശ്യം വരാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹീറ്ററിൻ്റെ ഔട്ട് നമ്മൾ ഡൈവേർട്ടറിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തേക്ക് തുളച്ചിടുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ വയ്ക്കുന്ന ട്രാപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒഴിവാക്കുന്നു, സ്മെല്ല് വരുന്നത് എങ്ങനെയാണ് ഒഴിവാകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.